തുടക്കം വെട്ടി DC. ഇതൊരു കളക്ഷനിലെ വ്യത്യാസമാണ്. അത് പറയുന്നതിന് മുമ്പ് ആദ്യം ഈ രണ്ട് സിനിമകളും ആദ്യത്തെ ദിവസം തുടക്കം കണ്ടു, രണ്ടാമത്തെ ദിവസമാണ് എനിക്ക് DC കാണാൻ പറ്റിയത്. തമ്മിലുള്ളൊരു വ്യത്യാസം എനിക്ക് തോന്നിയത്, തുടക്കം വിസ്മയ മോഹൻലാലിന്റെ ആദ്യത്തെ, മോഹൻലാൽ എന്ന് പറയുന്ന ലെജൻഡിന്റെ മകളുടെ ആദ്യത്തെ സിനിമ എന്നുള്ളതായിരുന്നു ഏറ്റവും വലിയ പ്രത്യേകത. ഒരു ആവറേജ് പെർഫോമൻസ്, സാധാരണ പെർഫോമൻസ് അല്ല, വിസ്മയ ഒരു ആവറേജ് പെർഫോമൻസ് ആണ്, മോശമല്ല, തരക്കേടില്ലാത്ത പെർഫോമൻസ്, ആദ്യത്തെ സിനിമ എന്ന് പറയാത്ത രീതിയിൽ, എന്നാൽ അസാധ്യ പ്രകടനമല്ല. എന്നാൽ തിരിച്ച് അനന്യ പെരുമുഖന്റെ മകൻ ആശിഷിന്റെ ഗംഭീര പ്രകടനമെന്ന് എനിക്ക് തോന്നി. ലാസ്റ്റത്തെ ഡയലോഗ് പറയുന്നത് ഒഴിച്ചു കഴിഞ്ഞാൽ ബാക്കിയുള്ളതെല്ലാം നല്ല ഗംഭീര പ്രകടനമാണ് ആശിഷ് നടത്തിയിരിക്കുന്നത്. ഒരു ആവറേജ് സ്ക്രിപ്റ്റിൽ അത്യാവശ്യം കുഴപ്പമില്ലാത്ത മേക്ക് ചെയ്തിട്ടുണ്ട് ജൂഡാനണി. 2018 എടുത്ത ജൂഡാനണി ആണോ എന്ന് ചോദിച്ചാൽ കഥയ്ക്ക് അനുസൃതമായിട്ടുള്ള മേക്കിംഗ് ആണല്ലോ, വലിയ കുഴപ്പമില്ലാത്ത മേക്കിംഗ്. ജെയ്ക്സ് ബിജോയുടെ മ്യൂസിക് ഒന്നും കുഴപ്പമില്ല. അതൊക്കെ ഒരു പരിധി വരെ ഈ സിനിമ ഒരു വട്ടം നമ്മൾ കാണുന്നതിനെ പ്രേരിപ്പിച്ചിട്ടുണ്ട്. എനിക്ക് പേഴ്സണലായിട്ട് തുടക്കം എനിക്ക് ഇഷ്ടപ്പെട്ട സിനിമയാണ്. പക്ഷെ രണ്ടാമത്തെ ദിവസം നമ്മൾ DC കാണുമ്പോൾ, DC എന്ന് പറയുന്നത് നമ്മുടെ ക്ലീഷേ തമിഴ്നാട്ടിൽ നടക്കുന്ന സ്ഥിരം കാണുന്ന സിനിമകളുടെ ഫോർമുലയൊക്കെ തന്നെ ഉള്ളതാണ്, ലോക്കൽ സാധനങ്ങളാണെങ്കിൽ പോലും ഇതിന്റെ രണ്ടുപേരുടെ പെർഫോമൻസ് അസാധ്യ പെർഫോമൻസ് ആണ്. ഒന്ന് സൂപ്പർ ഡയറക്ടറാണ് ലോകേഷ് കനകരാജ്. ലോകേഷ് കനകരാജിന്റെ പെർഫോമൻസ് ഒരു രക്ഷയില്ല. കാരണം നല്ല ഗംഭീര പെർഫോമൻസ് ആണ്. പലർക്കും പല രീതിയിലായിരിക്കും ഇഷ്ടപ്പെടുന്നത്. എനിക്ക് ഭയങ്കരമായിട്ട് പെർഫോമൻസ് ഇഷ്ടപ്പെട്ടു. അതുപോലെ വാമികയുടെ പെർഫോമൻസ്, ചന്ദ്ര എന്ന് പറയുന്ന ക്യാരക്ടറൊക്കെ നല്ല സൂപ്പറായിട്ട് ചെയ്തിട്ടുണ്ട്. വാമികയുടെ ഇവരുടെ രണ്ടുപേരുടെ പെർഫോമൻസ്, അരുൺ മാതേശ്വരന്റെ ഡയറക്ഷൻ സൂപ്പറാണ്. അതിന്റെ ടെക്നിക്കൽ വശങ്ങൾ, എഡിറ്റിംഗ് ആയിക്കോട്ടെ, സിനിമാറ്റോഗ്രാഫി ആയിക്കോട്ടെ, ഇതെല്ലാം പീക്ക് ലെവലിലാണ് ചെയ്തു വെച്ചേക്കുന്നത്. പിന്നെ ഏറ്റവും ടോപ്പായിട്ട് ഈ സിനിമ ഇത്രയും കളക്ഷൻ നേടണം എന്നുണ്ടെങ്കിൽ പീക്കായിട്ട് വന്നിരിക്കുന്ന അനിരുദ്ധിന്റെ മ്യൂസിക്കാണ്. അനിരുദ്ധിന്റെ മ്യൂസിക്കാണ് ഈ രണ്ട് സിനിമയും ഇത്രയും അധികം വ്യത്യാസം വന്നത്. രണ്ട് വ്യത്യസ്തമായ കഥയാണെങ്കിലും അനിരുദ്ധിന്റെ മ്യൂസിക് കൊണ്ട് ഒരു സിനിമ വേറെ ലെവലിൽ വന്നതാണ് DC. ഇപ്പം 3 ദിവസം നിൽക്കുമ്പം നമ്മുടെ തുടക്കം നേടിയത് വേൾഡ് വൈഡ് കളക്ഷനിൽ 23 കോടി രൂപയാണ്. നിസ്സാരമല്ല, 23 കോടി രൂപയാണ് തുടക്കം 3 ദിവസം കൊണ്ട് കളക്ഷൻ നേടിയെങ്കിൽ DC അതേ 3 ദിവസം കൊണ്ട് ഒരു ഹൈപ്പും ഇല്ലാതെ വന്നിട്ട് 29 കോടി വേൾഡ് വൈഡ് കളക്ഷൻ നേടി. ഏകദേശം 6 കോടിയുടെ മാർജിൻ ഉണ്ട്. ഇതൊക്കെ കൃത്യമായ കളക്ഷനാണ്. ഇപ്പം കൃത്യമായിട്ട് ട്രാക്കേഴ്സ് നിരത്തുന്ന കളക്ഷനാണ്. മാത്രമല്ല, കേരളത്തിൽ തിങ്കളാഴ്ച മുതൽ കൂടുതൽ പ്രീസെയിൽ ബുക്കിങ്ങും DC കൂടിയിട്ടുണ്ട്. അന്നേരം DC ഒരു ഫൈനൽ റണ്ണപ്പിലേക്ക് വരുമ്പോൾ DC ഒരു തമിഴ് പടവും മലയാള പടവും തമ്മിൽ കമ്പയർ ചെയ്യുമല്ല, എന്നാൽ പോലും DC അടിച്ച് തൂക്കാനുള്ള ചാൻസ് ഉണ്ട്. എന്തായാലും ഒരു മോശമല്ലാത്ത തുടക്കത്തിനും കിട്ടി, ഗംഭീര തുടക്കം DCക്കും കിട്ടി.